ഒരു മനുഷ്യന് നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തിയുടെ ഒരു വിനയമാവാം. അദ്ദേഹം എനിക്ക് അറിവ് പകർന്നു തരുന്ന ഒരാളാണെന്നുള്ള വിനയം നമുക്ക് എപ്പോഴും വേണം. ആ സംസാരത്തിലെ വിനയം നമുക്ക് കീപ്പ് ചെയ്യാം. അതൊരു വിധേയത്വമാകുമ്പോഴാണ് നമ്മളിങ്ങനെ ഇങ്ങനെ കുരിഞ്ഞ് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഇങ്ങനെ കുനിയേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മളും ബെസ്റ്റാണ്, അവരും ബെസ്റ്റാണ്. അവർക്ക് എനിക്കറിയാത്തൊരു കാര്യം അറിയുന്നത് കൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് ഞാനത് പഠിക്കാൻ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ പോയിരിക്കുന്നത്. അദ്ദേഹം എനിക്കത് മനോഹരമായി പറഞ്ഞു തരുന്നു എന്ന സന്തോഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിനയം ഉണ്ടായിക്കോളൂ. എനിക്ക് നിർബന്ധമില്ല, ഉണ്ടായിക്കോളൂ, ഉണ്ടെങ്കിൽ നല്ലതാണ്. ബട്ട് അതൊരു വിധേയത്വമായി ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതൊക്കെ ഇങ്ങനെ സമ്മതിച്ചിട്ട് എന്റെ സാറല്ലേ സാറേ സാറിന് വിളിക്കാമെന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ആക്ടേഴ്സാണ്. മമ്മൂട്ടിക്ക് മോഹൻലാലിനോട് അല്ലെങ്കിൽ മോഹൻലാലിന് മമ്മൂട്ടിയോട് വിധേയത്വമാണോ ഉണ്ടാവുക, വിനയമാണോ ഉണ്ടാവുക? വിനയമേ ഉണ്ടാവും. കാരണം രണ്ടുപേരും മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ മികച്ച ആക്ടേഴ്സാണ്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ നമ്മുടെ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്ന, പ്രായം കൊണ്ടല്ല, ആരൊക്കെ വിളിച്ചു തുടങ്ങിയതാണ്, ഈ ആളുകൾ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബോഡി ലാംഗ്വേജ് നോക്കി നോക്കട്ടാ. അതൊരു വിനയമായിട്ടല്ല, എനിക്കതൊരു വിധേയത്വമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, തോന്നാറുണ്ട്. ഇനി ഇങ്ങനെ കുനിയാണ്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെ പോലെയും ആവാം. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പ്രശ്നമാകുന്നില്ലേ?